ഇന്നലെ ഉണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ചക്കപ്പഴം കിട്ടി കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും തിന്നതിന് ശേഷം കുറച്ച് പിന്നെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് അത് അരിഞ്ഞെടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചു ഇന്ന് ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ഓർക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വീഡിയോ ആദ്യം മുതലുള്ള എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ നല്ലൊരു ചൂടുകെട്ടുള്ള ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് ആദ്യം നെയ്യ് ഒഴിച്ചു കേട്ടോ. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ ചക്ക അതിലോട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടു. ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തു. അതിനുശേഷം അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുത്തു. ഒരു മുറി തേങ്ങ ഇട്ടു കേട്ടോ. എന്നിട്ട് വരട്ടിയെടുത്തു. തേങ്ങ ഇച്ചിരി കൂടുന്നത് നല്ലതാണേ. പിന്നെയും നന്നായിട്ടൊന്ന് വരട്ടി അതിനുശേഷം ഞാൻ വെല്ലം ഒരുക്കിയത് നന്നായിട്ട് അരിച്ചൊഴിച്ചു കൊടുത്തു. അത് നന്നായിട്ട് കുറേ നേരം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ഉണ്ടല്ലോ ഇതിന് ചേർക്കാനുള്ള അരിപ്പൊടിയും കൂടി അതിനകത്തോട്ടിട്ടു. ഇതൊക്കെ ചെയ്യുമ്പോൾ സ്റ്റൗവിൽ തന്നെയാണ് കേട്ടോ, ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും കൂടി ഞാൻ അതിനകത്തിട്ട് നല്ലതായിട്ട് ഇളക്കി പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് തണുക്കുന്നതിന് വരെ വെച്ച് കൈ കൊണ്ട് ഇളക്കാൻ നോക്കിയപ്പോൾ പറ്റത്തില്ല, ചൂടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ തവി കൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാഴയില എടുത്തിട്ട് കുമ്പിൾ കുത്തിയിട്ട് അതിനകത്തിട്ട് ഇതെടുത്ത് വെച്ചു കേട്ടോ. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഇത് ലൂസ് വേണമായിരുന്നു. ഞാൻ വെല്ലം കുറച്ചുകൂടെ തിക്കാകുന്നതിന് വരെ ഇളക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അരിപ്പൊടി ഇട്ട് അതിന് മുമ്പേ ഇടണമായിരുന്നു. എന്നിട്ട് അന്നേരം വാങ്ങണമായിരുന്നു. ഇതിപ്പം കുറച്ച് ഡ്രൈ ആയ പോലെ ഉണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഞാനത് മുഴുവൻ കുമ്പിൾ കുത്തിയെടുത്തതിന് ശേഷം അപ്പച്ചമ്പിലോട്ട് വെക്കുകയാണ് കേട്ടോ. ഈ ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത്, ഞാൻ പണ്ട് വർക്ക് ചെയ്ത സ്കൂളിൽ അവിടെ കഞ്ഞിപ്പരയിൽ കഞ്ഞിരുന്ന ഒരു ചേച്ചിയുണ്ട്. അവിടെ അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ചായ കുടിക്കാൻ അവിടെയാണ് പോകുന്നത്. അപ്പം ആ ചേച്ചി വീട്ടിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും കൊണ്ടുവരും, ഞങ്ങൾക്ക് തരുവേ. ഞാൻ പക്ഷേ എല്ലാ ദിവസവും ചായ കുടിക്കുന്ന ആളല്ലേ, എന്നാലും എനിക്ക് ചേച്ചി കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ടാവും. കാരണം ഗ്രൗണ്ടിനടുത്താണ് കഞ്ഞിപ്പര. എനിക്ക് എല്ലാ പീരീഡും ഗ്രൗണ്ടിൽ പോകേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചേച്ചി എന്നെ വിളിക്കും. കഞ്ഞിപ്പുരയുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ചേച്ചി എന്നെ വിളിച്ചിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമായിരുന്നു ചക്കയുടെ. എന്തൊരു ടേസ്റ്റാണോ! വാഴയിലല്ലാന്ന് തോന്നുന്നു, വേറൊരു ഇലയിലാണ് ഉണ്ടാക്കുന്നത്. ചെറുതാണ്, നല്ല ബ്രൗൺ കളർ കാപ്പിപ്പൊടി കളറായിരിക്കും ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. നല്ല സോഫ്റ്റുമാണ്. എന്തൊരു ടേസ്റ്റാണോ! ആ ടേസ്റ്റ് ഇന്ന് വരെ വേറെ എവിടെ നിന്നും ഞാൻ ചക്കയുടെ തിന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴും ഞാൻ അതാണ് ഓർത്തത് കേട്ടോ. പക്ഷേ ഇത് സോഫ്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്.